പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിയോളജിയായുടെ ഈ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും ഏറ്റവും കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോവുക മനുഷ്യദർശനം ദൈവശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ, തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനം ഇന്ന് എല്ലാ തലത്തിലും ഒത്തിരിയേറെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അത് അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശാസ്ത്രത്തിന് അതിൻ്റേതായ വീക്ഷണമുണ്ട്. ഇന്നത്തെ ആധുനിക കണ്ടുപിടുത്തവും ആധുനിക ലോകവും അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും ആധുനികമായ നേട്ടങ്ങളുടെയും പിന്നാലെ പോവുകയും അവയെല്ലാം ഉപകാരപ്പെടുത്തുകയും തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യ ദർശനം അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രം, നരവംശശാസ്ത്രം, അതും ഒത്തിരിയേറെ ഇന്ന് വളർന്ന് വികസിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ, ദൈവശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ എപ്രകാരം മനസ്സിലാക്കാം? വിശുദ്ധ ബൈബിളിലും ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും ഈ മനുഷ്യദർശനം എപ്രകാരമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 279 മുതൽ 324 വരെയുള്ള നമ്പറുകളിൽ സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും അതിനുശേഷമുള്ള മനുഷ്യൻ്റെ അധപ്പതനം അല്ലെങ്കിൽ പാപ അവസ്ഥയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. സൃഷ്ടാവിനെക്കുറിച്ച് പ്രതിപാദിക്കാതെ സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാവുകയില്ല. തുടർന്നുള്ള ചില നമ്പറുകളിൽ മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചും അവൻ്റെ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ ദൈവം എന്തിനു സൃഷ്ടിച്ചു എന്നും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 279 മുതലുള്ള ആ നമ്പറുകളിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടാവ്, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഒരു ചെറിയ വാക്യത്തിൽ സൃഷ്ടാവ് ആരാണെന്നും ദൈവം എപ്രകാരം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്, ഈ കാണുന്ന എല്ലാ സൃഷ്ടികൾക്കും ജന്മം നൽകിയത് എപ്രകാരമാണ് എന്ന് നമ്മൾ വായിച്ചറിയുകയാണ്. വളരെ വിശാലമായ അർത്ഥമുള്ളൊരു വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ സുപ്രധാനമായ പ്രസ്താവനയോടെ വിശുദ്ധ ഗ്രന്ഥം ആരംഭിച്ച് അതിൻ്റെ മുൻപോട്ടുള്ള പോക്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൃഷ്ടാവിനെക്കുറിച്ചുള്ള പഠനത്തിൽ നാം സൃഷ്ടാവിനെക്കുറിച്ചും പിന്നെ സൃഷ്ടിയെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ, നിഖ്യ വിശ്വാസ പ്രമാണത്തിലെല്ലാം ഈ ഒരു വചനം ഉണ്ടായിരുന്നു, ഈ ഒരു വാക്യം ഉണ്ടായിരുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കുന്നൊരു വിഷയമാണ്. മനുഷ്യദർശനത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ സൃഷ്ടാവ് ആര്, ദൈവം എന്തിന് ഈ ഭൂമിയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഇതിനെല്ലാം ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും നമുക്കറിയാം, സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും പാപത്തിലൂടെയുള്ള അധഃപതനത്തെക്കുറിച്ചും യേശുവിലൂടെയുള്ള രക്ഷ
സത്യം പറഞ്ഞാൽ ഇതുമാത്രമാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം വരെയും പര്യവസാനിക്കുന്നത് ഈ ദൈവിക രഹസ്യങ്ങൾ, ഈ സൃഷ്ടാവ് സൃഷ്ടിക്കുന്നതും മനുഷ്യൻ പാപം ചെയ്യുന്നതും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും രക്ഷ വാഗ്ദാനം ചെയ്യുന്നതും യേശുവിലൂടെ ആ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നതുമാണ്. ഈ രക്ഷാകര രഹസ്യം, അതിൻ്റെ വിവരണമാണ് ഈ ബൈബിൾ മുഴുവൻ. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സൃഷ്ടിയുടെ വിവരണം ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പക്ഷേ ഈ സൃഷ്ടി വിവരണം യേശുക്രിസ്തുവിലുള്ള രക്ഷയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അവിടെ അത് ആരംഭിച്ചു. അല്ലെങ്കിൽ യേശുവിലൂടെയുള്ള രക്ഷയ്ക്ക് അതിൻ്റെ പൂർണ്ണത കൈവരണമെങ്കിൽ ഈ സൃഷ്ടി വിവരണത്തിൽ ആരംഭിക്കണം. അത് യേശുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ചരിത്ര ഗ്രന്ഥമല്ല, ചരിത്രാതീത ചരിത്രമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായം മുതൽ അല്ലെങ്കിൽ 12-ാം അധ്യായത്തിൽ അതിനുശേഷം അബ്രാഹത്തിൻ്റെ വിളിയും അതേ തുടർന്നുള്ള രക്ഷാകര ചരിത്രത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കും ബൈബിളിലെ മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എല്ലാം കൃത്യം വർഷങ്ങൾ പറഞ്ഞ് ആരംഭിക്കുന്നു. അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും രാജാക്കന്മാരുടെ പേരുകളും പ്രധാന പുരോഹിതന്മാരുടെ പേരുകളും ചരിത്രത്തിലെ ചില സംഭവങ്ങളുമൊക്കെ വിവരിക്കുന്നതിലൂടെ നമുക്കതിൻ്റെ കൃത്യവർഷങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ 1 മുതൽ 12 വരെ അധ്യായത്തിന് മറ്റൊരു പ്രാധാന്യമാണുള്ളത്. അവ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രാതീത ചരിത്രമാണെന്ന് പറയുമ്പോൾ അവയിലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചവയാണ്. പക്ഷേ എന്ന് സംഭവിച്ചു എന്ന് കൃത്യമായി നമുക്ക് വർഷമോ ദിവസമോ ഒന്നും പറയാനായിട്ട് പറ്റുകയില്ല. പ്രത്യേകിച്ച് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനമായി സൃഷ്ടി വിവരണം നമുക്ക് നൽകുന്നതാണ്. അത് ബൈബിളിൻ്റെ അല്ലെങ്കിൽ ഈ രക്ഷാകര രഹസ്യത്തിൻ്റെ അടിസ്ഥാനമാണ്, ഫൗണ്ടേഷനാണ്. അപ്പം അതില്ലാതെ, ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ, അടിസ്ഥാനമില്ലാതെ മുൻപോട്ട് പണിയാനോ വളരാനോ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായും ഈ 3 അധ്യായങ്ങൾ നമുക്കറിയാം, ക്രിസ്തുവിലൂടെ മനുഷ്യനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുവിൽ എല്ലാവരും മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഇവിടെ പറയുക, ക്രിസ്തുവിലുള്ള നവീന സൃഷ്ടിയുടെ മഹത്വം ആരംഭം മുതലേ ദൈവം വിഭാവനം ചെയ്തിരുന്നു. ക്രിസ്തുവിൽ എല്ലാവരും നവീന സൃഷ്ടിയായിത്തീരുന്നു. പൗലോസ്ലീഹ പറയുന്ന വാക്കുകളാണ്. മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ പുതിയ സൃഷ്ടികളായിട്ട് തീരുന്നു. ക്രിസ്തുവിലുള്ള പുതിയ ജന്മം. കാരണം മനുഷ്യൻ, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിനടിമയാണ്, പലവിധ ബന്ധനങ്ങൾക്കടിമയാണ്. അവന് പല തകർച്ചകൾ, പാപാവസ്ഥകൾ, ബന്ധനാവസ്ഥകളുണ്ട്. ഇതിൽ നിന്നും ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പുതിയ സൃഷ്ടിയായി മാറി ദൈവത്തോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ നവീന സൃഷ്ടിയായിട്ട് മാറുക, ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ പങ്കാളിയായിട്ട് മാറുക, അല്ല ക്രിസ്തുവിനോടൊപ്പം ഒന്നായിട്ട് തീരുക, ആ ഒരു ലക്ഷ്യം ഈ സൃഷ്ടികൾ മുഴുവൻ യേശുവിൻ്റെ രക്ഷാകര രഹസ്യത്തോടെ അല്ലെങ്കിൽ ക്രിസ്തു സംഭവത്തോടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പം അതാണ് ലക്ഷ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പെസഹ ജാഗരണത്തിലെ ആഘോഷമായ പെസഹ ജാഗരണത്തിലെ വായനകൾ സൃഷ്ടി വിവരണത്തോടെ ആരംഭിക്കുന്നു. അല്ലെങ്കിൽ ബൈസൻ്റൈൻ ലിറ്റർജിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം ഈ സൃഷ്ടി വിവരണം വായനയായിട്ട് ലിറ്റർജിയിൽ ചേർത്തിരിക്കുകയാണ്. അതത്ര പ്രാധാന്യമില്ലാത്തതാണ് എന്ന് ചിലപ്പോൾ തോന്നി. ഈ 3 അധ്യായങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളോടെ ആയിരിക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. പിന്നെയോ ഈ സൃഷ്ടി വിവരണം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കപ്പെടാൻ ഇടയാവുക. വീണ്ടും സൃഷ്ടാവിനെക്കുറിച്ച് പറഞ്ഞ് സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ സൃഷ്ടിയെക്കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്, ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നു. മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഉത്ഭവം എവിടെ നിന്ന്, നമ്മുടെ അന്ത്യമെന്ത്,
അസ്തിത്വമുള്ളവയെല്ലാം എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണ്. നമുക്കറിയാം, ഇന്ന് ആധുനിക ശാസ്ത്രം ഒത്തിരി ഈ കാര്യത്തിൽ മുൻപോട്ട് പോയിട്ടുണ്ട്. പല കണ്ടുപിടുത്തങ്ങളും നടക്കുന്നുണ്ട്. പരിണാമ സിദ്ധാന്തവും അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തവും ദൈവകണിക സിദ്ധാന്തം, ഇങ്ങനെ ഒരുപാട് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനങ്ങളും അറിവുകളും മനുഷ്യന് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അതിൻ്റെ വളർച്ച ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾ, യുവജനങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജുകളിൽ അല്ലെങ്കിൽ പ്രത്യേക പഠനങ്ങൾ നടത്തുന്നവർ, റിസർച്ച് നടത്തുന്നവരൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ വിശ്വാസം ചഞ്ചലമാകേണ്ട, ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ള അറിവ് മനുഷ്യന് നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ വലിയ അറിവിനെയും ബുദ്ധിയെയും കഴിവിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കണമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത സൃഷ്ടികളെയും പ്രതി പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും ദൈവം നൽകുന്ന അറിവിനെയും ജ്ഞാനത്തെയും പ്രതി അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുവാൻ, കൃതജ്ഞത അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന്. പണ്ഡിതന്മാരുടെ അറിവുകൾ തീർച്ചയായും ഈ തലത്തിൽ, ഈ രംഗത്ത് നമുക്കൊരു മാർഗരേഖയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എങ്ങനെ, എപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചം ഉത്ഭവിച്ചുവെന്നോ മനുഷ്യൻ ഭൂമുഖത്ത് എന്ന് ആവിർഭവിച്ചുവെന്നോ അറിയുന്നതിനുള്ള ചോദ്യം മാത്രമല്ല, യാദൃശികമായിട്ട് സംഭവിച്ചതല്ല ഇത്. ഇതിൻ്റെ അർത്ഥം എന്താ എന്നുള്ളത് നമ്മൾ കൃത്യ ഡേറ്റ് അല്ലെങ്കിൽ തീയതി, വർഷം കണ്ടുപിടിക്കുക എന്നതിനേക്കാൾ ഇതുകൊണ്ട് എന്തൊക്കെ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. യാദൃശികമായി ഉണ്ടായതല്ല, നിർബന്ധത്തിൻ്റെ പേരിൽ ഉണ്ടായതല്ല. ജ്ഞാനത്തിൽ നിന്നും നന്മയിൽ നിന്നും പ്രപഞ്ചം ഉത്ഭവിച്ചതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ തിന്മ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത്, പാപമുണ്ടായത്, തകർച്ചയുണ്ടായത്? ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെയാണ് സത്യത്തിൽ ദൈവശാസ്ത്രപരമായ മനുഷ്യദർശനത്തിൽ നമ്മൾ കണ്ടുമുട്ടാനായിട്ട് ആഗ്രഹിക്കുക, വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ ഞാൻ പറഞ്ഞു ഒരുപാട് പണ്ഡിതന്മാരുടെയും ഒക്കെ പഠനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി പുതിയ സിദ്ധാന്തങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. 5-6 സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഇവിടെ ഈ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സർവവും ദൈവമാകുന്നു എന്നും പ്രപഞ്ചം ദൈവമാകുന്നു എന്നും പറയുന്ന പാന്തയിസ്റ്റുകൾ അല്ലെങ്കിൽ വിശ്വദേവതാവാദം, എല്ലാം ദൈവമാണെന്നുള്ള ആ ഒരു ആശയം പ്രചരിപ്പിക്കുന്നവർ. മറ്റു ചിലർ പറയുക എല്ലാം ദൈവത്തിൽ നിന്ന് വന്നു, എല്ലാം ദൈവത്തിലേക്ക് പോകുന്നു. വേറൊരു കൂട്ടർ പറയുക നിരന്തരം അന്യോന്യ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന 2 നിത്യസത്യങ്ങൾ, നന്മയും തിന്മയും, ഇവ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദ്വൈതവാദം അല്ലെങ്കിൽ മനിക്കേയിസം എന്ന് പറയുന്ന സിദ്ധാന്തം. മറ്റു ചിലർ പറയുക ഈ പ്രപഞ്ചം ഭൗതിക പ്രപഞ്ചമാണ്, തിന്മയാണ്, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഇത് നശിക്കേണ്ടതാണ്. ജ്ഞാനവാദികൾ അല്ലെങ്കിൽ ഗ്നോസിസിസം എന്ന് പറയുന്ന സിദ്ധാന്തം. വേറെ ചിലരുടെ വീക്ഷണത്തിൽ ദൈവം വാച്ച് നിർമ്മിക്കുന്നത് പോലെ നിർമ്മിച്ചു, പിന്നെ ദൈവത്തിന് യാതൊരു ബന്ധവും ഇതുമായിട്ടില്ല എന്ന് പറയുന്ന ചില സിദ്ധാന്തക്കാർ. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അതിനെ എല്ലാം സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തെ അതിനായിട്ട് വിട്ടുകളഞ്ഞിരിക്കുന്ന ദെയിസം അല്ലെങ്കിൽ ആസ്തിക്യവാദികൾ. പ്രപഞ്ചോൽപത്തി എന്ന് പറയുന്നത് അവർ പറയുക സ്വാഭാവികമായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമോ അങ്ങനെയൊരു ശക്തിയുടെ പ്രവർത്തനമോ ഒന്നുമില്ല. മറ്റീരിയലിസ്റ്റുകളാണ് അവർ, ഭൗതികവാദികൾ. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും, ഇവിടുത്തെ ഭൗതികമായ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയുമൊക്കെ ആയിട്ട് ഈ പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്ന, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ. ഇതൊന്നും ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല.
അവർക്ക് അവരുടേതായ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെയുണ്ട്. ഇങ്ങനെ പല ആശയങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഉത്ഭവങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നത്തിന് അല്ലെങ്കിൽ സംബന്ധിച്ച പ്രശ്നത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, കത്തോലിക്ക സഭ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് കാര്യകാരണ സഹിതം എങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുവാൻ മനുഷ്യന് സാധിക്കും. ഇപ്രകാരമാണ് പറയുക: സൃഷ്ടാവായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അവിടുത്തെ സൃഷ്ടികളിലൂടെ മനുഷ്യബുദ്ധിയുടെ വെളിച്ചത്തിൽ നിസ്സന്ദേഹമായ അറിവ് ആർജിക്കുവാനായിട്ട് കഴിയും. ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുടെ ഒരു ഭാഗമാണ് ദേ ഫിലിയൂസ് എന്ന് പറയുന്ന ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നിസ്സന്ദേഹമായ അറിവ് ബുദ്ധി കൊണ്ട് സൃഷ്ടാവിനെക്കുറിച്ച് മനുഷ്യന് നേടാൻ പറ്റും. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ചിന്തിക്കുക, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയും അല്ലെങ്കിൽ ഭക്തിയിലൂടെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ വെളിപാടിലൂടെ. സഭ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്, നിസ്സന്ദേഹമായ വ്യക്തമായ അറിവ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന് നേടുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതോടൊപ്പം ഈ നേടുന്ന അറിവ് പലപ്പോഴും അവികലമാണ്, വികലതകളുള്ളതായിരിക്കും, കുറവുകളുള്ളതായിരിക്കും. ആ കുറവുകളെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് വിശ്വാസം നമ്മെ സഹായിക്കുന്നത്. വിശ്വാസം മനുഷ്യബുദ്ധിക്ക് പ്രകാശവും ഉറപ്പും നൽകുമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ നേടുന്ന അറിവ് ഞാൻ പറഞ്ഞു 6-7 സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒന്നും പൂർണ്ണമായും ശരിയല്ല, കുറേ ശരിയായ ആശയങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാകാം. അടിസ്ഥാനപരമായി ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കുറേയൊക്കെ പറയുന്നത് ശരിയാണ് താനും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അറിവ് പലപ്പോഴും അസ്പഷ്ടവും അബദ്ധങ്ങൾ നിറഞ്ഞതുമായിരിക്കും. ആ അറിവിനെ കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യബുദ്ധിയെ പ്രകാശിപ്പിക്കുവാനും അതിന് ഉറപ്പ് നൽകുവാനും വിശ്വാസത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ദൈവവിശ്വാസത്തിലൂടെ നമുക്ക് ഈ കാര്യങ്ങളിൽ ബോധ്യം വരാനായിട്ടിടയാകും. അവിടെയാണ് വിശ്വാസവും മതവും വിശ്വാസവും അല്ലെങ്കിൽ ശാസ്ത്രവും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ഒന്നിച്ചു പോകുന്നതാണ്. ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മതവും ശാസ്ത്രവും ഒന്നിച്ചു പോകില്ല, അല്ലെങ്കിൽ വിശ്വാസവും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും ഒന്നിച്ചു പോകില്ല, അത് രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. അതൊരിക്കലുമല്ല. ഇത് രണ്ടും ഒരേ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരേ ദൈവത്തിൽ നിന്നും വരുന്നത്. ദൈവമാണ് രണ്ടിൻ്റെയും ഉടയവൻ. അപ്പോൾ പിന്നെ ഇവ വൈരുദ്ധ്യമാവുകയില്ല. ഇവ രണ്ടും ഒന്നുപോലെ ഒപ്പമൊപ്പം സഞ്ചരിക്കുന്നതാണ്. വിശ്വാസം ഈ ബുദ്ധിയെ ഒന്നുകൂടി പ്രകാശിപ്പിക്കുകയാണ്. ബുദ്ധിയിലൂടെയും അറിവിലൂടെയും അല്ലെങ്കിൽ യുക്തിയിലൂടെയും നേടിയ കാര്യങ്ങൾക്ക് ബോധ്യം നൽകുന്നത് ഈ വിശ്വാസമാണ്. ഇവയെ തമ്മിൽ രണ്ടാക്കി മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പല പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ചിന്തകളിൽ ഇങ്ങനെ ഒരു ആശയം വന്നു ഭവിക്കാറുണ്ട്. വീണ്ടും നമ്മൾ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഈ ദൈവിക രഹസ്യങ്ങൾ ബൈബിളിൽ ഉടനീളം ഇത് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനതയുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിലൂടെയും ആ വിളിയിലൂടെയും ഈ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉപരിയായി ഈ രഹസ്യം ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഏകസൃഷ്ടാവുമായി അവിടുന്ന് സ്വയം വെളിപ്പെടുത്തിയെന്ന്. ദൈവം ഇതിൻ്റെ എല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായി തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇസ്രായേലിന് അല്ലെങ്കിൽ ഉടമ്പടികളിലൂടെ ദൈവം പല അവസരങ്ങളിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഉടയവൻ ഞാനാണ്, ഇതിൻ്റെ എല്ലാം പരിപാലകൻ ഞാനാണ്, ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് ഞാനാണ് എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മനുഷ്യന് ദൈവം ഉത്തരം കൊടുക്കുകയാണ്. അത് നമുക്ക് സങ്കീർത്തനം 115-ാം സങ്കീർത്തനം, 124-ാം സങ്കീർത്തനം, 138-ാം സങ്കീർത്തനം, ഇവിടെയെല്ലാം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്.
ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു. തീർച്ചയായും ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനവും സ്നേഹവും ഈ സൃഷ്ടവസ്തുക്കളിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ദൈവം തൻ്റെ ജ്ഞാനവും സ്നേഹവും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ, ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളിൽ, അല്ലെങ്കിൽ വിജ്ഞാന മൊഴികളിൽ എല്ലാം സൃഷ്ടിയെപ്പറ്റിയുള്ള വിവരണം വർദ്ധിത വീര്യത്തോടെ സഭ അവതരിപ്പിക്കുന്നുണ്ട്. സഭയുടെ ലിറ്റർജി, പ്രാർത്ഥനകളിൽ, ബൈബിളിൽ പലയിടത്തും നമുക്കിത് കാണാനായിട്ട് പറ്റും. വീണ്ടും വീണ്ടും ഈ സൃഷ്ടാവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ സൃഷ്ടിയെക്കുറിച്ചുള്ള വിശുദ്ധ ലിഖിത ഭാഗങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾക്ക് അതുല്യമായ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അവയിലാണ് ഈ ബൈബിളിൻ്റെ മുഴുവൻ അടിസ്ഥാനമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നമ്മൾ കാണുക, സൃഷ്ടിക്ക് ദൈവത്തിലുള്ള ഉത്ഭവവും അന്ത്യവും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ദൈവത്തിലാണ് ഉത്ഭവിക്കുന്നത്, അവിടെ തന്നെയാണ് അവസാനിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ക്രമവും നന്മയുമുണ്ട്, ഒരു ഓർഡർ. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, രാത്രി പകല്, അല്ലെങ്കിൽ മഴക്കാലം, വേനൽക്കാലം, സമയത്തിൻ്റെ ക്രമം, ഇങ്ങനെ ഒത്തിരി ക്രമമുണ്ട്. എല്ലാം ദൈവം സൃഷ്ടിച്ച് ദൈവം തന്നെ പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു. അതിനൊരു ക്രമവും നന്മയുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം മനുഷ്യനെ ദൈവം പ്രത്യേകമായിട്ട് വിളിക്കുന്നു. ഇതിൻ്റെ ഉടയവനായി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായിട്ട് മനുഷ്യനെ ദൈവം സ്ഥാപിക്കുകയാണ്, നിയോഗിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം, മനുഷ്യൻ്റെ തകർച്ച, പാപം, യേശുവിലൂടെ സംജാതമാകുന്ന രക്ഷ. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ 1 മുതൽ 3 വരെ അധ്യായങ്ങൾ എന്നെടുത്തു വായിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. സത്യത്തിലെ രക്ഷാകര രഹസ്യം എന്ന് പറയുന്നത് യേശുവിലൂടെ പൂർത്തിയായ ഈ രക്ഷാകര രഹസ്യവും ഇതൊക്കെ തന്നെയാണ്. ദൈവം സൃഷ്ടിക്കുകയും ആ ക്രമത്തിലും നന്മയിലും ഇതിനെയെല്ലാം പരിപാലിക്കുകയും എന്നാൽ മനുഷ്യനെ എല്ലാത്തിൻ്റെയും ഉടയവനായി നിർത്തുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നു, തകരുന്നു, ദൈവം രക്ഷ വാഗ്ദാനം ചെയ്യുന്നു, അത് യേശുവിലൂടെ പൂർത്തിയാകുന്നു. ഈ രഹസ്യങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചുമുള്ള ഈ പഠനങ്ങളിലൂടെ മനുഷ്യദർശനം ദൈവശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ, കത്തോലിക്കാ സഭയുടെ വീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൂടുതൽ അറിവ് നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.